എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാത്യു മണ്ണാറകം. 2024 നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ പറ്റിയാണ് നിങ്ങളുമായി സംവദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അരക്കിറുക്കൻ നെഹ്റുവിനെയും ഗാന്ധിയെയും പോലുള്ള അരക്കിറുക്കന്മാരും 100,000 ജാതികളും ഉള്ള ഈ രാജ്യത്തിന് ഏറെ നാൾ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ബ്രിട്ടീഷുകാർ ഇംഗ്ലണ്ടിൽ കാലുകുത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ ആളുകൾ ഭരണം തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ എത്തിച്ചേരുമെന്നുമാണ് പല പാശ്ചാത്യ വിദഗ്ധന്മാരും പണ്ഡിതന്മാരും പ്രവചിച്ചത്. ഇന്ത്യയിൽ ജനാധിപത്യം നടപ്പിലാക്കിയപ്പോൾ അത് തികച്ചും അപ്രായോഗികമാണെന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. കാരണം പറഞ്ഞതാണ്, 80% സാക്ഷരതയും ഉയർന്ന ധാർമ്മിക നിലവാരവുമുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ ജനാധിപത്യം പറ്റൂ എന്നായിരുന്നു പാശ്ചാത്യ സങ്കല്പം. ഈ ചിന്തകളെയും ഈ കാഴ്ചപ്പാടുകളെയും എല്ലാം തകർത്ത് എറിഞ്ഞിട്ടാണ് ഇന്ത്യ 77 വർഷമായി ജനാധിപത്യ രാജ്യമായി തുടരുന്നത്. അത് ഇന്നും ലോകത്തിനൊരു അത്ഭുതമാണ്. പല വിദേശ പണ്ഡിതന്മാരും ആൽഡസ് ഹക്സ്ലിയെ പോലെയുള്ള പല പണ്ഡിതരും പറയുന്നത്, ഇന്ത്യ മഹാരാജ്യത്തിന് ഒന്നിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ ലോക ഫെഡറേഷൻ ലോകത്തെ മുഴുവനും ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ കഴിയുമെന്നാണ്. കാരണം ഇന്ത്യ ലോകത്തിന് മുഴുവനും ഒരു മാതൃകയാണ്. ഇത്രയേറെ ഭാഷകൾ, ഇത്രയേറെ ജാതികൾ, ഇത്രയേറെ സംസ്കാരങ്ങൾ എല്ലാം അടങ്ങിയ ഒരു രാജ്യവും ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാകാൻ സാധ്യതയും കുറവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, തിരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും ഒത്തിരിയേറെ ആക്ഷേപങ്ങളും പരാതികളും ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീന്, അദ്ദേഹത്തിന് ഇലക്ട്രോറൽ മെഷീന് അട്ടിമറിക്കുമെന്നും അതുപോലെ തന്നെ 2 പുതിയ ഇലക്ഷൻ കമ്മീഷണർമാരെ നിയമിച്ചത് അഴിമതിക്കാണെന്നും സത്യസന്ധമായ വോട്ടിംഗ് നടക്കില്ലെന്നും ഇവിടെ വ്യാപകമായ പ്രചരണം നടത്തി. അത് മുഴുവൻ തെറ്റാണെന്ന് തെളിഞ്ഞു. തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള റിസൾട്ടാണ് വന്നത്. പ്രതിപക്ഷത്തിന് നല്ല വോട്ടും സീറ്റും ലഭിച്ചു. അതിൻ്റെ അർത്ഥം ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ 100% സുതാര്യവും സത്യസന്ധവുമാണെന്നാണ്. മറ്റൊന്ന് പറയേണ്ടതായിട്ടുള്ളത്, ഈ തിരഞ്ഞെടുപ്പിൽ പല പാർട്ടികളും പറയുന്നു കോൺഗ്രസ് വൻ മുന്നേറ്റം നടത്തിയെന്ന് പറയുന്നവരുണ്ട്. ഒരു മുന്നേറ്റവും നടത്തിയിട്ടില്ല. സത്യം അതാണ്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി പ്രഖ്യാപിച്ച് 2014 നടത്തിയ തിരഞ്ഞെടുപ്പിൽ 50 സീറ്റ്, 2019 തഥൈവ. അത് കഴിഞ്ഞ് ഇത്തവണ 50 സീറ്റ് കൂടുതൽ കിട്ടിയെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യൻ ജനത തികഞ്ഞ രാഷ്ട്രീയ ബോധമുള്ളവരാണ്. 1977 ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ച് വിട്ട ചരിത്രം ഇവിടുത്തെ ജനതയ്ക്കുണ്ട്. വടക്കേ ഇന്ത്യയിലേക്ക് ആളുകൾക്ക് സാക്ഷരത കുറവാണെങ്കിലും അവർക്ക് നല്ല രാഷ്ട്രീയ ബോധമുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അതിൻ്റെ പ്രധാന തെളിവാണ് ഇവിടെ ഒരു നല്ല പ്രതിപക്ഷം വേണമെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ നേതാക്കന്മാർ ആഗ്രഹിക്കുന്ന മാത്രമല്ല, ഇവിടെ ഇപ്പോഴത്തെ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം അപ്രത്യക്ഷമായാലും ഇന്ത്യയിൽ ജനാധിപത്യം നൽകും. പുതിയ പാർട്ടികൾ വരും, ആരും സംശയിക്കേണ്ട കാര്യമില്ല. പിന്നെ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ കോൺഗ്രസ്സിനൊരു 100 സീറ്റ് കൊടുത്തിട്ടുണ്ട്. 99 ഒന്ന് കാലുമാറി പോയ ആൾ തിരിച്ചു വന്ന് കിട്ടിയിട്ടുണ്ട്. 100 സീറ്റുണ്ട്. ഈ 100 സീറ്റുകളെന്ന് പറയുന്നതുകൊണ്ട് നല്ലൊരു പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കാനുള്ളൊരു അവസരം മാത്രം, 48 സീറ്റ് മാത്രമേ അവർക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളൂ. അതും ഒരു ലക്ഷ്യമുണ്ട്. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകണമെന്നും അതുപോലെ തന്നെ നല്ലൊരു പ്രതിപക്ഷം വേണമെന്നും നരേന്ദ്രമോദിക്ക് തിരുത്തൽ ആവശ്യമാണെന്നും ഇന്ത്യൻ ജനതയ്ക്ക് ബോധ്യപ്പെട്ടു. അത് മറ്റൊന്നുമല്ല, ആ ഒറ്റ കാരണം കൊണ്ടാണ്. നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ അത് ലോകത്തിന് മുഴുവൻ മാതൃകയാണ്. ഇന്ത്യയിലുള്ള റെയിൽവേകൾ, റോഡുകൾ, അതുപോലെ തന്നെ വിമാനത്താവളങ്ങൾ, അതുപോലെ 100,000 ഇപ്പോൾ ലോകത്തെ ഏറ്റവും അധികം ടെലിഫോൺ നിർമ്മാണ കമ്പനികളുള്ളത്, ഒട്ടേറെ വ്യവസായ സ്ഥാപനങ്ങൾ, ലോകത്ത് മുഴുവൻ അംഗീകരിക്കപ്പെട്ട നേതാവ്, ലോകത്തെ ഏറ്റവും അധികം ലോകത്തെ ഏറ്റവും ജനപ്രതിയുള്ള നേതാവായി ബഹുമാന്യനായ നരേന്ദ്രമോദി വളർന്നു. അത് സത്യം ഇന്ത്യൻ ജനത ഉൾക്കൊള്ളുന്നു. എന്നാൽ അദ്ദേഹത്തെ കയറൂരി വിടാൻ ഇന്ത്യൻ ജനത തയ്യാറല്ല. നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. അത് എൻ്റെ ഗ്യാരണ്ടി, മോഡിയുടെ ഗ്യാരണ്ടി എന്നുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഇന്ത്യൻ ജനത അംഗീകരിച്ചില്ല. അത് സത്യമാണ്. ഇന്ത്യൻ ജനതയെ വിഡ്ഢികളാക്കാമെന്ന് ആരും വിചാരിക്കരുത്. മാത്രമല്ല, അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളുണ്ട്. മുസ്ലിംസിനെ മുഴുവനും പെറ്റുപെരുകുന്നവരായും വിദേശത്തു നിന്ന് കുടിയേറിയവരാണെന്നുള്ള ആക്ഷേപങ്ങളൊന്നും ഇന്ത്യൻ ജനതയെ അംഗീകരിച്ചില്ല. പലരും വിചാരിക്കുന്നില്ല ഇന്ത്യൻ ജനതയ്ക്ക് അങ്ങനെ വർഗീയതയില്ല. ഇവിടുത്തെ തന്നെ ഒരു മുൻ MLA ഒരിക്കലും ഇന്ത്യ ജനതയുടെ ഒരു മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് വേണ്ടെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചത് ഇവിടെയുള്ള ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വോട്ടെല്ലാം ലഭിക്കുമെന്നാണ്. ഇവിടുത്തെ മതേതര വിശ്വാസികളായ ജനങ്ങൾ ഇതൊന്നും ചെവിക്കൊണ്ടില്ല. ആ പറഞ്ഞ ആളെ പുറന്തള്ളുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ ഈ പ്രഖ്യാപനങ്ങൾ
മുസ്ലിമിനെതിരായിട്ട്. പിന്നെ ഇവിടുത്തെ നമ്മുടെ മണിപ്പൂരിലെ പ്രശ്നം, അവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗത്തെ ഒതുക്കിയ കുക്കികളെ, അത് പറഞ്ഞ് എന്തെല്ലാം ന്യായം പറഞ്ഞാലും പ്രധാനമന്ത്രി അത് വേണ്ട പോലെ ചെയ്തില്ല. അവിടുന്ന് 2 സീറ്റും പോയി. അപ്പോൾ RSS പോലും പറയുകയുണ്ടായി ഈ രൂപത്തിൽ പോകാൻ പാടില്ല. അപ്പോൾ ഒരു തിരുത്തൽ ആവശ്യമാണ്. പക്ഷേ പ്രധാനമന്ത്രിയായിട്ട് ഇദ്ദേഹം തുടരുകയും വേണം. അത് ജനം ആഗ്രഹിച്ച കാര്യമാണ്. അതാണ് അതിൻ്റെ ഒരു സത്യം, അതാണ്. പിന്നെ മറ്റൊന്ന് നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്, നരേന്ദ്രമോദിക്ക് ഇപ്പോഴും, അവരുടെ ഗവൺമെൻറ്റിന് ഇപ്പോഴും 242 സീറ്റ് അവർക്കുണ്ട് ഇപ്പോഴും സ്വന്തമായിട്ട്. ബാക്കിയുള്ള കുറച്ച് സീറ്റുകളാണ് വേണ്ടത്. അതിന് പിന്നെ കുറേ ഘടകകക്ഷികളുണ്ട്. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ചന്ദ്രബാബു നായിഡുവും ബീഹാറിൽ നിന്നുള്ള നമ്മുടെ ബഹുമാന്യനായ പിന്നെ ബീഹാർ മുഖ്യമന്ത്രിയും നിതീഷ് കുമാർ, അദ്ദേഹവും ഉണ്ട്. അവരുമായി കഴിയുമ്പോൾ ഭൂരിപക്ഷമാകും. എങ്കിലും ഒരു കാര്യം ഓർക്കണം, നയരൂപീകരണത്തിൽ ഒരു ചർച്ചകൾ നടക്കും. എല്ലാ ഗവൺമെൻറ്റും കൂട്ടുകക്ഷിയാണ്. കാരണം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പാർട്ടി നേതാക്കന്മാർക്കൊക്കെ അവരുടേതായ പ്രത്യേക താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യം അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ പോകൂ. എല്ലാവരും കൂടി ആലോചിച്ചാണ് ചെയ്യുന്നത്, അല്ലാതെ ഒറ്റയ്ക്ക് ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു നല്ലൊരു ഗവൺമെൻറ്, തെക്കിനും വടക്കിനും എല്ലാം ഒരു അംഗീകാരമുള്ള, പടിഞ്ഞാറിനും കിഴക്കിനും എല്ലാം അംഗീകാരം കൊടുത്തുള്ളൊരു പുതിയ ഗവൺമെൻറ്റാണ് വന്നിരിക്കുന്നത്. പ്രഗത്ഭന്മാരായ മന്ത്രിമാരാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു 1977 ലളിത ഗവൺമെൻറ്റിന് ശേഷം ഇത്രയും പ്രഗത്ഭന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടായതായിട്ട് തോന്നുന്നില്ല. എല്ലാവരും ഒന്നിനൊന്നിന് കഴിവ് തെളിയിച്ചവരാണ്. അപ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യൻ ജനതയ്ക്ക് നല്ല രാഷ്ട്രീയ ബോധമുണ്ട്. അവർക്ക് തിരുത്തേണ്ടവരെ തിരുത്താൻ പറ്റും. അതുപോലെ തന്നെ ഉത്തർപ്രദേശിലൊക്കെ പിന്നെ രാമക്ഷേത്രം നിർമ്മിച്ചതുകൊണ്ട് മാത്രം വോട്ട് കിട്ടുമെന്നുള്ള BJPയുടെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയി. അതിനർത്ഥമില്ല. മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ, അവിടെ കിട്ടാനൊരു കാരണം, അഖിലേഷ് യാദവും കോൺഗ്രസും കൂടെ ഒന്നിച്ചപ്പോൾ അവരുടെ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്, അതിൽ വോട്ട് കിട്ടി. പക്ഷെ എന്നാൽ ഈ ഗവൺമെൻറ് താഴെ പോകണമെന്ന് ആഗ്രഹിച്ചില്ല. ഈ ക്ഷീണം വന്നതുപോലെ UP-യിലും പിന്നെ രാജസ്ഥാനിലും പിന്നെ മധ്യപ്രദേശ്, ഇവിടെ മഹാരാഷ്ട്രയിൽ മാത്രമാണ് BJPക്ക് ക്ഷീണം വന്നത്. ഇന്ത്യയിൽ എല്ലായിടത്തും അവർക്ക് സീറ്റ് കിട്ടി. കേരളത്തിൽ പോലും സീറ്റ് കിട്ടി. ഇത് നരേന്ദ്രമോദിയുടെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഇന്ത്യയിൽ മുഴുവൻ ഇത്രയേറെ സ്വാധീനം കിട്ടിയ നേതാക്കന്മാർ അപൂർവമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. എല്ലായിടത്തും അദ്ദേഹത്തിന് വോട്ട് കിട്ടി. ഇവിടെ ഇപ്പോൾ പറയുമ്പോൾ തന്നെ തൃശ്ശൂർ പലരും പറയുന്ന വോട്ട് മറിച്ചു എന്ന് പറയുന്നത് പച്ച കള്ളമാണ്. ഇന്ത്യൻ ജനത അങ്ങനെ മറച്ചു വെക്കാൻ പെട്ടി വെച്ചിരിക്കുന്നവരൊന്നുമല്ല. ഇന്ത്യക്കാർക്ക് അവരുടെ അഭിപ്രായമുണ്ട്. ഓരോ ഗവൺമെൻറ്റിനെയും വിലയിരുത്താൻ അവർക്കറിയാം. അതുമാത്രമല്ല, തൃശ്ശൂർ ജയിച്ചതെന്ന് പറയുന്നത് ഒന്ന് സുരേഷ് ഗോപിയുടെ പ്രവർത്തനമാണ്. അദ്ദേഹത്തിൻ്റെ ആ സൗമനസ്യവും ജനസേവന മനോഭാവവും. എത്രയോ ആളുകളാണ് അദ്ദേഹത്തിൽ സഹായം സ്വീകരിച്ചത്, ഒരു പ്രതിഫലവും സ്വീകരിക്കാതെ. എല്ലാവർക്കും അദ്ദേഹം MP ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. അതിന് മുമ്പ് തന്നെ അദ്ദേഹം തൻ്റെ വരുമാനത്തിൻ്റെ ഒരു നല്ല ഭാഗം അദ്ദേഹം സാധുജന സേവനത്തിനായിട്ട് മാറ്റിവെച്ച ആളാണ്. ആ സ്നേഹം അവർക്ക് ആർക്കും കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. മാത്രമല്ല, നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ ഈ സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ, അതിനെല്ലാം അപ്പുറമായിട്ട് കേരള ജനത മനസ്സിലാക്കി ഇവിടുന്നൊരു BJPയുടെ MP വേണം. ഇത് പലതവണ വേണ്ടിയതാണ്. കാരണം കേരളീയർക്ക് ബുദ്ധിയുണ്ട്. അവർക്കറിയാം ഇവിടെ LDFും UDFും ഒന്ന് തന്നെയാണ്. അവർ കേരളത്തിൻ്റെ അതിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റക്കക്ഷിയാണ്. നാട്ടുകാരെ വിഡ്ഢികളാക്കുകയാണ്. ഇവിടെ വിമർശിക്കുന്നവർ അങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ പിന്നെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. ഈ സത്യം കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി. ഇവിടം കഴിഞ്ഞ് അവർ ഒറ്റക്കക്ഷിയാണ്. രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയും വെച്ചാണ് വോട്ട് പിടിക്കുന്നത്. ഇവിടെ എതിർക്കുന്നു. ഇത് മനുഷ്യനെ കബളിപ്പിക്കലാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് യാതൊരു ആത്മാർത്ഥതയുമില്ല. ഇതിലാര് പോയാലും ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയുള്ള വോട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരു BJPക്കാരൻ ജയിച്ചുകൊണ്ട് ഒരു മന്ത്രിയെ കിട്ടി. സത്യത്തിൽ തിരുവനന്തപുരം കൂടെ കിട്ടേണ്ടതായിരുന്നു. കാരണം 2 മന്ത്രിമാരെ കിട്ടുമായിരുന്നു. അതുകൊണ്ട് ഒരു സഹമന്ത്രിയെ കൂടെ കിട്ടി. 2 പേരെ കിട്ടി കേരളത്തിന്. അത് സഹമന്ത്രിയെ കൊടുത്തതിന് പരിഹസിക്കേണ്ട. സുരേഷ് ഗോപി പറഞ്ഞ മന്ത്രി പോസ്റ്റ് വേണ്ടെന്നാണ്. കാരണം അദ്ദേഹത്തിന് സിനിമാ രംഗത്ത് ബന്ധമുണ്ട്. പല പടങ്ങളും അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്, കമ്മിറ്റ് ചെയ്ത പടങ്ങളുമുണ്ട്. അത് ചെയ്ത് തീർക്കാതെ ഇതിന് മുഴുവൻ സമയം മന്ത്രിയാകാൻ പറ്റില്ല. കേന്ദ്ര ഗവൺമെൻറ് ആഗ്രഹിച്ചത്, നരേന്ദ്രമോദി ആഗ്രഹിച്ച് ഇദ്ദേഹത്തെ ക്യാബിനറ്റ് മന്ത്രിയാക്കാനാണ്. അങ്ങനെ ആകുമ്പോൾ അദ്ദേഹത്തിന് ഈ പിന്നെ സിനിമാ രംഗത്തെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരും. അത് വേണ്ടാത്തത് കൊണ്ടാണ് അദ്ദേഹം തന്നെ പറഞ്ഞ് ആദ്യം വേണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഒരു സഹമന്ത്രി പോസ്റ്റ് മാത്രം കൊടുത്തത്. അപ്പം ഒരു അനുവാദം കൊടുത്തു സിനിമയിൽ അഭിനയിക്കാൻ. കാരണം അദ്ദേഹം അഭിനയം നിർത്തിയാൽ അനേകം സംവിധായകർക്ക് കോടാനുകോടി രൂപ നഷ്ടം വരും. പുതിയ താരത്തെ വെച്ച് പടം പിടിക്കാന്ന് പറഞ്ഞാൽ അസാധ്യമാണല്ലോ, വലിയ ചിലവ് കൂടി ഏർപ്പാടാണ്. അപ്പം അങ്ങനെ കേരളീയർക്കുള്ള ബുദ്ധിയുടെയും വിവേകത്തിൻ്റെയും തെളിവാണ് ഈ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത്. ഇവിടെ പലരും പറയും പിന്നെ തൃശ്ശൂർ വോട്ട് മറിച്ചെന്ന്. വെറുതെ പറയുന്നതാണ്. ആർക്കും അങ്ങനെ വോട്ട് മറിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആറ്റിങ്ങൽ എങ്ങനെയാണ് നമ്മുടെ ബഹുമാന്യനായ പിന്നെ ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി, അദ്ദേഹം എങ്ങനെയാണ് അവിടെ BJPയുടെ സ്ഥാനാർത്ഥി തൊട്ടടുത്ത് മൂന്നാമത് വന്നത്, തൊട്ടടുത്ത് മുരളീധരൻ. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് എങ്ങനെയാണ് വന്നത്, ആലപ്പുഴയിൽ എങ്ങനെയാണ് അടുത്ത് വന്നത് ശോഭാ സുരേന്ദ്രൻ. പലയിടങ്ങളിലും 10 മണ്ഡലങ്ങളിൽ സെക്കൻഡായിട്ട് അവർ വന്നു. 11-12 നിയോജകമണ്ഡലങ്ങളിൽ അവർ മുൻപന്തിയിൽ വന്നു. അപ്പോൾ അത് നമ്മളിത് മനസ്സിലാക്കണം.
അപ്പോൾ അവരിവിടെ ഇന്ത്യ മഹാരാജ്യത്ത് BJPയെ തടഞ്ഞു നിർത്തും എന്നൊക്കെ പറയുന്നതിനേക്കാൾ വലിയൊരു വിഡ്ഢിത്തം ആർക്കും പറയാനില്ല. ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന ഒരു കക്ഷിയെ കേരളത്തിൽ നിന്ന് അകറ്റി നിർത്തുമെന്ന് പറയാൻ സാമാന്യം വിവരക്കേടുള്ളവർക്ക് പറ്റില്ല. ആർക്കും പറ്റില്ല, അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഇന്ത്യ ഗവൺമെൻറ്റിനെ നയിക്കുന്ന ഒരു പാർട്ടിക്ക് കേരളത്തിൽ കയറാൻ പറ്റില്ലെന്ന് എങ്ങനെ പറയും? ബംഗാളിൽ കണ്ടതല്ലേ? ബംഗാളിൽ എന്തായി CPM-ൻ്റെ അവസ്ഥ എന്താണ്? പട്ടപൂജ്യമല്ലേ? ഒരു സീറ്റെങ്കിലും കിട്ടിയോ? നിയമസഭയുടെ പാർലമെൻറ്റിലേക്കും ത്രിപുര വല്ലതും കിട്ടിയോ? എവിടുന്നെങ്കിലും കിട്ടിയോ? ഇപ്പോൾ ഇവിടെ ഒരു സീറ്റാണ് കൊടുത്തത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കേരള ജനത CPM പാർലമെൻറ്റിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതിന് കാരണമുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട ഇദ്ദേഹം മുഖ്യമന്ത്രി പറഞ്ഞു, ഇടതില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയില്ല എന്ന്. എന്തൊരു അർത്ഥശൂന്യമായ പ്രസ്താവനയാണത്. ഇടത് എവിടെയാണ് ഉള്ളത്? ഇപ്പോൾ രാജസ്ഥാനിൽ നിന്ന് മറ്റുള്ളവരുടെ എല്ലാവരുടെയും കൂടെ സഹായത്തിലുള്ള ഒരു സീറ്റ് കിട്ടി. അതുകൊണ്ടാണ് ചിഹ്നം നിൽക്കുന്നത്. കേരളത്തിൽ നിന്ന് ഒരേ ഒരു സീറ്റ് മാത്രം, അതും ചെറിയ ഭൂരിപക്ഷത്തിന്, അത് ഈ രാധാകൃഷ്ണനുള്ള മതിപ്പോക്കൊണ്ട് ഒരു സീറ്റ് മാത്രമാണ് അവർക്ക് കിട്ടിയത്. വേറെ ഒരു സീറ്റും ഇവർക്ക് കിട്ടിയില്ല. അതൊരു സത്യമല്ലേ അത്? അതിനൊരു കാരണമുണ്ട്. ഇവർ വോട്ടിൻ്റെ കണക്ക് പറയുന്നത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് വെറുതെ ഒരു കാര്യമല്ലേ പറയുന്നത്. കാരണം ഈ ഓരോ തിരഞ്ഞെടുപ്പിനെയും ഇന്ത്യൻ ജനത ഓരോ തിരഞ്ഞെടുപ്പിനെയും വ്യത്യസ്തമായിട്ട് ഓരോ പാറ്റേണാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ പാറ്റേൺ അല്ല നിയമസഭാ തിരഞ്ഞെടുപ്പിൽ, നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പാറ്റേൺ അല്ല പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ. പാർലമെൻറ്റിൽ ഇന്ത്യ ഭരിക്കാൻ ആര് വേണമെന്നാണ്. ഇന്ത്യ ഭരിക്കാൻ ഇവിടുന്ന് CPM-കാർ ഒരാളോ രണ്ടുപേരോ പോയിട്ട് ഒരു കാര്യവുമില്ല. 543 അംഗങ്ങളുള്ള ഒരു പാർലമെൻറ്റിൽ, ലോകസഭയിൽ ഇവിടെ ഒരു CPM-കാരൻ പോയി പറഞ്ഞാൽ അവിടെ ഒരു വിലയും ഉണ്ടാകത്തില്ല. ചർച്ചകൾക്ക് വെക്കുമ്പോൾ ഈ 543 പേർക്ക് സമയം പങ്കിട്ട് അതിലൊരു വിഹിതം മാത്രമേ ഇവർക്ക് കിട്ടത്തുള്ളൂ. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് മാത്രമേ ഇവർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഇന്ത്യൻ ജനത ആഗ്രഹിച്ചത് ഇവിടെ ഒരു പ്രതിപക്ഷം വേണം. കഴിഞ്ഞ 10 വർഷവും കേന്ദ്രത്തിലൊരു പ്രതിപക്ഷം, ലോകസഭയിൽ ഒരു പ്രതിപക്ഷം ഇല്ലായിരുന്നു. അവിടെ എന്നും കോൺഗ്രസിന് 50 സീറ്റുള്ളൂ, 54 സീറ്റ് 55 സീറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ പ്രതിപക്ഷ നേതാവെന്നുള്ള പദവി കിട്ടുള്ളൂ. അത് കിട്ടണമെന്ന് ഇന്ത്യൻ ജനത ആഗ്രഹിച്ചു. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് മാക്സിമം സീറ്റ് കൊടുത്തു. കേരളത്തിൽ നിന്ന് CPM-ന് കൊടുക്കുന്നതും കോൺഗ്രസിന് കൊടുക്കുന്നതും ഒന്നുപോലെയാണല്ലോ. രണ്ടുപേരും അവിടെ ചെന്ന് ഒരു കൂട്ടരല്ലേ പിന്തുണയ്ക്കുന്നത്? UP അവരെല്ലാം ഇന്ത്യ ബ്ലോക്കിൽപ്പെട്ടവരല്ലേ. അപ്പോൾ CPM-ന് ഒറ്റയ്ക്ക് വോട്ട് കൊടുക്കുന്ന ഒരു അർത്ഥവും ഇല്ല. അവർക്ക് ഭരിക്കാൻ പറ്റുന്ന കേരളത്തിലാണ്. കേരളത്തിലെ ഭരണത്തിൽ അവർക്ക് വോട്ട് കിട്ടും. പക്ഷേ ഒരിക്കലും ഇത് കേന്ദ്രത്തിലോട്ട് കിട്ടുമെന്ന് ഓർക്കരുത്. നിയമസഭയിൽ കിട്ടിയ വോട്ടിൻ്റെ ബലത്തിൽ ആരും പാർലമെൻറ്റിലേക്ക് ജയിക്കാമെന്ന് പ്രതീക്ഷിക്കരുത്. ഇപ്പോൾ തൊടുപുഴ ഇടുക്കി നിയോജകമണ്ഡലത്തിലാണെങ്കിൽ ആകെക്കൂടെ തൊടുപുഴ ഔസേപ്പച്ചനും പിന്നെ ഒരു സീറ്റ് കൂടെ മാത്രമാണ് UDF-നുള്ളത്. ബാക്കിയുള്ള 5 സീറ്റുകൾ LDF-ൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ്. പക്ഷേ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരെല്ലാം തിരിച്ച് UDF-ന് വോട്ട് ചെയ്യും. കോട്ടയത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ പഴയ കണക്ക് പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ലോകസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തികച്ചും ആ വ്യത്യസ്തത നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യൻ ജനത വേണ്ടത് ശക്തമായൊരു ഇന്ത്യയെ നയിക്കാൻ പ്രാപ്തനായ ഒരു നേതാവ് വേണം. അതവരാഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നരേന്ദ്രമോദി ജയിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. വേറെ ആരും ഒരു പകരമില്ല. അതാണ് കർണാടകത്തിലൊക്കെ ആണെങ്കിലും പിന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റാണ്. പക്ഷേ ഭൂരിപക്ഷം എല്ലാം കിട്ടിയത് BJP-ക്കാണ്. പിന്നെ തെലുങ്ക് ദേശത്ത് ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. പക്ഷേ പാർലമെൻറ്റ് സീറ്റെല്ലാം കിട്ടിയത് BJP-ക്കാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കൂട്ടുകക്ഷി വരുമ്പോൾ പോലും നരേന്ദ്രമോദി വേണമെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. 2014 2019 ചന്ദ്രബാബു നായിഡു അതുവരെ NDA-യുടെ ഭാഗമായിരുന്നു. അദ്ദേഹം NDA-ആയിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് മത്സരിച്ചു, ദയനീയമായി തോറ്റു. ഇത്തവണ സഖ്യം വെച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ജയിച്ചു. അപ്പോൾ ഈ ജയിച്ചവരുടെ എല്ലാം അടിസ്ഥാനം നരേന്ദ്രമോദിയുടെ ഒരു സ്വാധീനമാണ്. അത് ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് വോട്ട് മറിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ കേരളത്തിലെ ഈ ഗവൺമെൻറ് നടത്തിയ ധൂർത്തുകളൊന്നും അംഗീകരിക്കാവുന്ന കാര്യങ്ങളൊന്നുമല്ല. ജനമത് വിലയിരുത്തി. കേരള നവസദസ് എന്ന് പറഞ്ഞ ഒരു സദസ്സ് നടത്തി, കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തി. ആർക്കും ഒരു പ്രയോജനവും കിട്ടിയില്ല. പിൻവാതിൽ നിയമനങ്ങൾ, സ്കൂളുകളിൽ, വെറ്റിനറി കോളേജിൽ നടന്ന പ്രശ്നങ്ങൾ, കുട്ടിയെ സിദ്ധാർത്ഥനെ വധിച്ച സൈഡ്, പിന്നെ ഓരോ പ്രശ്നത്തിലും ഇവരുടെ അക്രമ സമീപനങ്ങൾ, ഇതിനെയൊന്നും കേരള ജനത അംഗീകരിക്കുന്നില്ല. അതുപോലെ മതപുരോഹിതന്മാരൊക്കെ അധിക്ഷേപിക്കൽ, അതുപോലെ എന്തൊക്കെയാണ് പിന്നെ നികൃഷ്ടജീവി, വിവരദോഷി, ഇത്തരം പ്രയോഗങ്ങളൊന്നും ഒരു മുഖ്യമന്ത്രിയുടെ ഒന്നും ഭാഗത്തുനിന്ന് വരാൻ പാടുള്ളതല്ല. അവരുടെ അഹങ്കാരം, പലർക്കും അഹങ്കാരമാണ്. ഇപ്പോഴും തോറ്റെന്ന് സമ്മതിക്കുന്നില്ല. വോട്ട് കുറഞ്ഞതിൻ്റെ കാരണം ജനം തള്ളിക്കളഞ്ഞതാണ്. ജനം ഈ നയങ്ങളെ അംഗീകരിക്കുന്നില്ലെന്നുള്ളതാണ്. അത് ഗവൺമെൻറ് തിരുത്തലാണിത്. ഗവൺമെൻറ് തിരുത്തലാണ്. BJP-ക്ക് ഒരു തിരുത്തലിന് അവസരം കൊടുക്കാൻ. മോഡി തുടരണം, പക്ഷേ നയങ്ങളിൽ മാറ്റം വരണം. അതുകൊണ്ടാണ് ഭൂരിപക്ഷം കുറച്ച് കൊടുത്തത്. പക്ഷേ ഭരിക്കാൻ വേണം. അതുകൊണ്ട് നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ജനതയും നല്ല ബോധമുള്ളവരാണ്. അവർക്കൊരു പ്രതിപക്ഷം വേണം കേന്ദ്രത്തിൽ. ഇനിയിപ്പം രാഹുൽ ഗാന്ധി ഏക്കുമെന്ന് അറിയില്ല, അല്ല ത്രാണിയുണ്ടോയെന്ന് അറിയത്തില്ല. കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് പറ്റിയാലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ആളാണ്. ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ഏൽക്കുന്നില്ലെങ്കിൽ കഴിവുള്ള ആളെ കണ്ടെത്തി അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടി വരും. രാഹുലിനുള്ള പ്രാപ്തിയില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. കഴിയുമെങ്കിൽ അദ്ദേഹത്തിനൊരു നല്ല അവസരമാണ്. ഒരു ജോക്കറായിട്ട് ഇങ്ങനെ പിന്നെ ബസ്സിലും അല്ലെ ട്രെയിനിൽ അല്ലെ വണ്ടിയിലും ചായക്കടയിലും പോയി ചാടിക്കയറിയിരുന്ന് ചായ കുടിക്കലും മാത്രമല്ല,
കുട്ടികൾക്ക് പാറ്റിക്ക് ചാടുന്നത് മാത്രമല്ല പ്രധാനമന്ത്രിയാകാനുള്ള യോഗ്യത അദ്ദേഹം മനസ്സിലാക്കണം. പക്വതയുള്ള ഒരു നേതാവായിട്ട് അദ്ദേഹം വളരണമെന്ന് ജനം ആഗ്രഹിക്കുന്നു. അതിന് പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന് അത് നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് പ്രധാനമന്ത്രിക്ക് അവിടെ നടക്കുന്ന എല്ലാ അഴിമതികളെയും തുറന്നു കാണിക്കാൻ, അതിന് എന്തെങ്കിലും വൃത്തികളുടെ തിരുത്തലിന് പ്രതിപക്ഷ നേതാവിന് വലിയ അധികാരങ്ങളുണ്ട്. അത് വിനിയോഗിക്കാനുള്ള പ്രാപ്തി അദ്ദേഹം കാണിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഇദ്ദേഹത്തിൽ പ്രതീക്ഷ ഉണ്ടാകും. അതല്ലെങ്കിൽ ഇദ്ദേഹത്തെ നിർത്തിവെക്കേണ്ടി വരും, ജനം തള്ളിക്കളയേണ്ടി വരും. കാരണം ഇത്തവണ ഒരു അവസരം കൂടെ ലാസ്റ്റ് കൊടുത്തിരിക്കുകയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന്. അത് എന്നും ബഹിഷ്കരിക്കാനല്ല, ഈ കഴിഞ്ഞ പ്രാവശ്യം നടത്തി കോൺഗ്രസ് നടത്തി ഭരിച്ചെന്നുള്ളതിൻ്റെ തെളിവാണല്ലോ. ഇവരെന്നും ബഹിഷ്കരണമാണ്, സഭയിൽ കയറില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, പാർലമെൻറ്റിലേക്കും നിയമസഭയിലേക്കും നമ്മൾ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അവിടെ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. പാർലമെൻറ്റിൽ ചർച്ച നടക്കണം, പങ്കെടുക്കണം, ഇറങ്ങി ഓടാനല്ല. പുറത്തു പോകുന്നതിനും അലവൻസൊക്കെ കൃത്യമായി വാങ്ങുന്നുണ്ട്. ഇവർക്ക് ലക്ഷക്കണക്കിന് ഒരു MLAക്ക് ഒരു MP മാസം 1.5 ലക്ഷം രൂപ മിച്ചം കൊടുക്കുന്നുണ്ട്. ബാക്കി ആനുവലെല്ലാം കൂടെ 6-7 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. ഇത് കൊടുക്കുന്ന പുറത്തു പോയിരുന്ന കാര്യം ചായ കുടിക്കാനല്ല, ചർച്ചകളിൽ പങ്കെടുക്കണം. അത് പണ്ട് തന്നെ ഒരു തത്വമുണ്ട്. ഗവൺമെൻറ്റിന് അതിൻ്റെ പദ്ധതി പരിപാടികൾ നടപ്പിലാക്കാനും പ്രതിപക്ഷത്തിന് അവരുടെ അഭിപ്രായം പറയാനുമുള്ള സ്വാതന്ത്ര്യമാണ് പാർലമെൻറ്റിൽ ഉണ്ടാവേണ്ടത്. ആ സ്വാതന്ത്ര്യത്തെ ഇവർ ഉപയോഗിക്കണം. ഇപ്പോഴും കേരളത്തിലാണെങ്കിലും എപ്പോഴും വാക്കൗട്ടാണ്. അപ്പോൾ മറ്റ് ഗവൺമെൻറ്റിന് ഏത് നിയമവും പാസ്സാക്കാൻ സാധിക്കും. ഇവരവിടെ ചർച്ചയിൽ പങ്കെടുക്കണം, ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ വെക്കണം, ഓടുകയല്ല, തടയുകയല്ല, സംഭിപ്പിക്കുകയല്ല, പ്രവർത്തനത്തിൽ പങ്കെടുക്കുകയാണ്. അത് പണ്ട് തുടങ്ങിയുള്ള ഒരു അസുഖമാണ്. പുറത്തിറങ്ങി നിന്ന് ബഹളം വെക്കുക, പ്രവർത്തിക്കാൻ സമ്മതിക്കാതിരിക്കുക. അതിൽ ജനാധിപത്യത്തിന് ചേരുന്നതല്ല, പക്വതയുള്ളൊരു നേതൃത്വത്തിന് ചേരുന്നതല്ല. പക്വതയുള്ളൊരു നേതാവായി കോൺഗ്രസിനൊരു ഇദ്ദേഹത്തെ പറ്റുന്നില്ല. മറ്റൊരാൾ വന്നാൽ ഇന്ത്യയുടെ ഈ അടുത്തൊരു പ്രാവശ്യം ഇവർക്ക് പ്രതീക്ഷിക്കാം. കാരണം നരേന്ദ്രമോദിക്കും താക്കീത് കൊടുത്തു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ ഇപ്പോൾ എൻ്റെ ഗ്യാരണ്ടി എന്നുള്ള പ്രസ്താവന ഒഴിവാക്കി. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെ നമുക്ക് മാനിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് ഇവിടുത്തെ പഞ്ചായത്തിലും നിയമസഭയിലും പാർലമെൻറ്റിലും ജനങ്ങൾ സ്വീകരിക്കുന്ന മാനദണ്ഡം വ്യത്യസ്തമാണ്. നല്ല ഗവൺമെൻറ് കേന്ദ്രത്തിൽ ശക്തമായത് വേണം. അല്ലെ ഓരോ ആഴ്ചയിൽ ഇപ്പോൾ ഒന്നിച്ച് നിൽക്കാൻ UP ഇവർക്ക് ഇന്ത്യ ബ്ലോക്കിന് കഴിഞ്ഞില്ല. അവർക്ക് പറ്റി കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഒരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ അവർക്കില്ലാതെ പോയി. മമതയൊന്നും ഇവരെ അംഗീകരിക്കുന്നില്ല, അവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുന്നില്ല. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന് കോൺഗ്രസ്സുകാർ പോലും പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ദേശീയ നേതൃത്വം, മൊത്തത്തിൻ്റെ ഒരു നേതാവ് ഇന്ത്യ ബ്ലോക്കിന് ഇല്ലായിരുന്നു. എല്ലാവരും അംഗീകരിക്കുന്ന ഒരാളില്ലായിരുന്നു. പ്രധാനമന്ത്രി സ്ഥാനം വരികയാണെങ്കിലും പലരും പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ രാജ്യം നിലനിൽക്കണം. നമ്മുടെ പ്രധാന കാര്യം നമ്മുടെ രാജ്യം ശക്തമായിട്ട് നിലനിൽക്കണം. നമ്മൾ ഇന്ന് ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞന്മാരുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇന്നിപ്പോൾ ചന്ദ്രനിൽ നമ്മൾ ഇറങ്ങി നമ്മൾ വലിയ കണ്ടുപിടുത്തങ്ങളും നേട്ടങ്ങളും കൈവരിച്ചു. അപ്പോൾ അതുപോലെ നമ്മളിങ്ങനെ എല്ലാ രംഗങ്ങളിലും ഇന്ത്യ ബഹുദൂരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി വഹിക്കുന്ന പങ്ക് നിഷേധിക്കേണ്ട. അപ്പം ജവഹർലാൽ നെഹ്റു ഓരോരുത്തരും അവരുടേതായ പങ്കുകൾ വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ഉള്ള ഒരു നേതാവാണ് നരേന്ദ്രമോദി. എല്ലാവരും അംഗീകരിക്കുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് നമുക്കൊരു പുതിയ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അത് എല്ലാവർക്കുമുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും പ്രതിപക്ഷത്തിരുന്ന് ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയും. ഈ മിണ്ടാമൂലികളൊക്കെ സംസാരിക്കണം, അല്ലെ അവരെ മാറ്റി നിർത്തണം. കഴിവുള്ള നേതൃത്വം വന്ന് തീർച്ചയായിട്ടും പാർലമെൻറ്റ് പ്രവർത്തിച്ചാൽ ഇന്ത്യക്കൊരു നല്ല ഭാവിയുണ്ട്. കാരണം ഏത് നേതാവ് മാറിയാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാലും നമുക്കിപ്പം നിലവിലൊരു നല്ല നേതൃത്വമുണ്ട്. ഇനി പുതിയ പ്രധാനമന്ത്രിയാകാൻ വരുന്ന ആളുകൾ എല്ലാവരുടെയും കൂടി അംഗീകാരം നേടിയെടുക്കേണ്ടവരാണ്. അതല്ലാതെ വോട്ട് കുറഞ്ഞു, ഇന്നയാൾ വാരി അല്ലെങ്കിൽ വോട്ട് മറിച്ചോ എന്നൊന്നും പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അതുപോലെ തന്നെ നരേന്ദ്രമോദിയെ പറ്റി പറഞ്ഞ മറ്റൊരു ആക്ഷേപം, അദ്ദേഹം ഈ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പോയി എന്നാണ്. 1951 സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയത് രാജേന്ദ്ര പ്രസാദാണ്, ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. അന്ന് അവിടുത്തെ ഉണ്ടായിരുന്ന മുഹമ്മദ് ഗസ്നി തകർത്തിട്ട് പോയ ആ ക്ഷേത്രം പുതുക്കി പണിത് ഉദ്ഘാടനത്തിന് നടത്തിയത് സാക്ഷാൽ രാജേന്ദ്ര പ്രസാദാണ്. ഇവിടുത്തെ പല മോസ്കുകളുടെ ഉദ്ഘാടനത്തിന് പോകുന്ന പാണക്കാട് തങ്ങളുമാരാണ്. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. ഇവിടുത്തെ നെഹ്റുവിൻ്റെ ഒരു സങ്കല്പം എന്ന് പറയുന്നതാണ് എന്താണെന്നറിയാമോ, അതായത് മതവിരോധമാണ്. മതേതരത്വം എന്ന് പറഞ്ഞാൽ മതവിരോധമാണ്. നെഹ്റു ഒരു നിരീശ്വരവാദിയായിരുന്നു, മതവിരോധമാണ്. പക്ഷേ ഇവിടുത്തെ മറ്റ് നേതാക്കന്മാരൊന്നും അംഗീകരിച്ചിരുന്നില്ല. രാജേന്ദ്ര പ്രസാദോ അല്ലെങ്കിൽ രാജാജിയോ അല്ലെങ്കിൽ പട്ടേലോ അവരാരും നെഹ്റുവിൻ്റെ ഈ നയം അംഗീകരിച്ചിരുന്നില്ല. സോഷ്യലിസവും അംഗീകരിച്ചിരുന്നില്ല. നെഹ്റുവിനോടുള്ള ബഹുമാനം കൊണ്ട് തൽക്കാലം മിണ്ടിയില്ലെങ്കിലും അദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴേ ആ നയമെല്ലാം മാറി. ഇപ്പോൾ ആഗോളവൽക്കരണത്തിൻ്റെ സമയമാണ്, ഉദാരവൽക്കരണത്തിൻ്റെ സമയമാണ്. ആ കാലത്ത് നമുക്ക് വിദേശ നിക്ഷേപങ്ങൾ വരണമെങ്കിൽ അതിനനുസൃതമായ നയങ്ങൾ ഉണ്ടാവേണ്ടി വരും. അപ്പോൾ അത് നരസിംഹറാവു അതൊരു കൂട്ടുകക്ഷിയായിരുന്നു 91. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ത്യയുടെ വാതിലുകൾ വിദേശ നിക്ഷേപങ്ങൾ തുറന്നു കൊടുത്തത്. ഉദാരവൽക്കരണത്തിന് തുടക്കമിട്ട അദ്ദേഹമാണ്. അത് കൂട്ടുകക്ഷി ഗവൺമെൻറ് ആയിരുന്നു, ഭൂരിപക്ഷം ഇല്ലായിരുന്നു. അപ്പോൾ കൂട്ടുകക്ഷി ആകുന്നതുകൊണ്ട് വികസനം സാധ്യമല്ലെന്ന് പറയാൻ പറ്റുകയില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ രാജ്യത്ത് വലിയൊരു മാറ്റം.
പിന്നെ ചൈനയോട് തുലനം ചെയ്യുമ്പോൾ ഒരു കാര്യം മറക്കരുത്. ചൈനയ്ക്ക് നമ്മളെക്കാൾ ജനസംഖ്യ 142 കോടി അവർക്കുള്ളൂ. 141 കോടി നമുക്കുണ്ട്. പക്ഷേ നമ്മളെക്കാൾ 3.5 മടങ്ങ് നമുക്ക് 1 ഏക്കറുണ്ട്, അവർക്ക് 3.5 ഏക്കർ സ്ഥലമുണ്ട്. 3.5 മടങ്ങ് സ്ഥലമുള്ള രാജ്യമാണ്. അപ്പോൾ അവരുടെ വിഭവങ്ങളും സൗഹൃദ സംവിധാനങ്ങളും നമ്മളതിനേക്കാൾ വളരെ മുമ്പിലാണ്. അത് നമ്മളത് അംഗീകരിക്കണം. അപ്പോൾ ആ ഒരു വസ്തുത സത്യമാണ്. അതുപോലെ കാശ്മീരിൻ്റെ കാര്യം പലരും വിമർശിച്ചു. പക്ഷേ ഒരു കാര്യം മറക്കരുത്, കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിൽ ഒരു ആക്ഷേപവും പറയേണ്ട കാര്യമില്ല. അവിടെ തീവ്രവാദം വരുന്ന അടിച്ചൊതുക്കാതെ പറ്റത്തില്ല. ഇന്ത്യയുടെ വിഭജിച്ച് പോകാൻ വേണ്ടി അങ്ങനെ അത് നമുക്ക് എവിടെയാണെങ്കിലും അത് പഞ്ചാബിൽ അങ്ങനെ ചെയ്തില്ലോ, ഇന്ദിരാഗാന്ധിയിലെ ചെയ്തില്ലേ, തീവ്രവാദികളെ അടിച്ചൊതുക്കിയില്ലേ. അപ്പോൾ രാജ്യത്തിനകത്ത് തീവ്രവാദം വന്നാൽ അടിച്ചൊതുക്കാതിരിക്കാൻ പറ്റുകയില്ല. NIA ആണെങ്കിലും ഉപയോഗിക്കാതെ പറ്റില്ല. അത് ഏതെങ്കിലും ഒരു മതത്തിന് വിരുദ്ധമായിട്ട് മാറരുതെന്ന് മാത്രം. തീവ്രവാദികൾ ആരാണെങ്കിലും അടിച്ചൊതുക്കിയേ പറ്റുള്ളൂ. ഈ രാജ്യം നിലനിൽക്കണം. കാരണം ഇന്ത്യ നശിച്ചാൽ നമ്മളെല്ലാം നശിച്ചു, ഇന്ത്യ രക്ഷപ്പെട്ടാൽ നമ്മളൊക്കെ രക്ഷപ്പെടും. അപ്പോൾ ഇന്ത്യ മഹാരാജ്യം നിലനിൽക്കണം. അതിന് ഓരോരുത്തരുടെയും തിരുത്തലുകൾ ആവശ്യം വന്ന തിരുത്തൽ നടത്തണം. അതിന് ഇന്ത്യൻ ജനത താക്കീത് കൊടുക്കും. ഇന്ദിരാഗാന്ധിയെ തൂത്തെറിഞ്ഞു, പക്ഷേ ഇവിടുത്തേന് താക്കീത് കൊടുത്തു. നിങ്ങൾ മര്യാദയ്ക്ക് പോകണം, കുറേ കൂടെ താഴോട്ട് വരണം, നിങ്ങൾ ഇന്ത്യക്കാരുടെ പ്രധാനമന്ത്രി ആവണം, ഏതെങ്കിലും മതത്തിൻ്റെ മാത്രമാവരുത്. അങ്ങനെയുള്ള ഒരു വലിയ സന്ദേശം കൂടിയാണ് തിരഞ്ഞെടുപ്പ് നൽകുന്നത്. ഇന്ത്യൻ ജനതയ്ക്ക് വിവരമുണ്ട്, അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനറിയാം. അവർ നേതാക്കന്മാർ പറയുന്നത് ഇന്ത്യ അല്ല ഇത്, ഇവിടുത്തെ ചെറിയ കുഞ്ഞു സങ്കല്പങ്ങളുള്ള നേതാക്കന്മാർ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. ഇന്ത്യൻ ജനതയ്ക്ക് ഇന്ത്യയെപ്പറ്റി വിശാലമായ കാഴ്ചപ്പാടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ രാജ്യം നശിക്കുകയില്ല, ഈ രാജ്യം മുന്നോട്ടാണ്. അതുകൊണ്ട് ഇവിടെ ഒരു തകർച്ചയും വരാൻ പോകുന്നില്ല. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വരാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമാണ് ഈ തിരഞ്ഞെടുപ്പിലൂടെ ജനം എടുത്തിരിക്കുന്നത്. അതിന് ആർക്കും ഉത്കണ്ഠയുടെ ആവശ്യമില്ല. ഇന്ത്യ മുന്നേറുകയാണ്. അതിനെല്ലാവരും പങ്കാളികളാവണം. എല്ലാവരും പ്രതിപക്ഷം ഭരണ ഗവൺമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ അവരും അതിനകത്ത് സജീവമായി പങ്കാളിത്തം വഹിക്കണം. ബഹിഷ്കരണവും മറ്റും ഒഴിവാക്കി യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് കേരള ഗവൺമെൻറ്റിന് ഒത്തിരി തിരുത്തലുകൾ ആവശ്യമാണ്. അവരുടെ തിരുത്തലുകൾ വേണം. അതുകൊണ്ട് അങ്ങനെയുള്ള ഇപ്പോൾ സുരേഷ് ഗോപിയെ പറ്റി പറയുമ്പോൾ ഒന്നുകൂടി ഓർക്കണം. അദ്ദേഹം മന്ത്രിയായപ്പോഴും എനിക്ക് ശമ്പളം വേണ്ടെന്ന് പറയും. ആദ്യമായിട്ട് പറഞ്ഞ മന്ത്രിയാണ് എനിക്ക് ശമ്പളം വേണ്ട, ഞാൻ എൻ്റെ ജോലി ചെയ്ത് ജീവിച്ചോളാം. ഇങ്ങനെയുള്ള കുറേ കാഴ്ചപ്പാടുള്ള ആളുകൾ. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനം നമുക്ക് നല്ല ഗവൺമെൻറ് ഇന്ത്യയിലുണ്ടാവുള്ളൂ. അതുണ്ടായി കഴിഞ്ഞു. പ്രഗത്ഭരുടെ ഒരു ഗവൺമെൻറ്റുണ്ട്. പ്രതിപക്ഷം കൂടെ നല്ലൊരു നേതാവിനെ തിരഞ്ഞെടുത്താൽ നമ്മുടെ ഇന്ത്യയുടെ ഭരണവും ഭാവി ശോഭനമാകും. അതിന് ഉതകുന്ന വിധത്തിൽ എല്ലാവരും പ്രവർത്തനം പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം ശ്രമിച്ച് നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.